ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കുറ്റ്യാടി മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. എൻ്റെ ചിഹ്നം ചുറ്റിക-അരിവാൾ നക്ഷത്രമാണ്. ചുറ്റിക-അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. 5 വർഷങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഘട്ടത്തിൽ ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്. ആ വാഗ്ദാനങ്ങളിൽ ഒട്ടുമിക്കതും നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ നടപടികളും വികസന പരിപാടികളുമെല്ലാം തന്നെ ഫലപ്രദമായ രൂപത്തിൽ കുറ്റ്യാടി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7.5 കോടി രൂപയാണ് കുറ്റ്യാടി മണ്ഡലത്തിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. കുറ്റ്യാടി മണ്ഡലത്തിലെ 90% പിഴവുള്ള റോഡുകളും ഉന്നത നിലവാരമുള്ള റോഡുകളാക്കി മാറ്റാൻ കഴിഞ്ഞു. മണ്ഡലത്തിലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു സർക്കാർ സ്കൂളിനും ഇനി പുതിയ കെട്ടിടം ആവശ്യമില്ല. ഓരോ സർക്കാർ സ്കൂളിലും ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപ മുതൽ 3 കോടി രൂപ വരെ കെട്ടിട നിർമ്മാണത്തിന് അനുവദിക്കാൻ കഴിഞ്ഞു. കുറേ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റ് കെട്ടിടങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 AEOS ഓഫീസുകൾ വാടക കെട്ടിടത്തിലേക്ക്, അത് സ്ഥിരം കെട്ടിടത്തിലേക്ക് മാറ്റി. 2 ITകൾ വളരെ ശോചനീയമായ രൂപത്തിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. മനോഹരമായ 2 കെട്ടിടങ്ങൾ ഉണ്ടാക്കി അടുത്ത ഉദ്ഘാടനം ചെയ്തു. അടുത്ത അധ്യയന വർഷം ആ സ്ഥാപനം ആ കെട്ടിടത്തിൽ, സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. വളരെ പ്രസിദ്ധമായ വനിതാ വോളിബോൾ അക്കാദമിയാണ് കുന്നുമ്മൽ കേന്ദ്രമാക്കിക്കൊണ്ട് കക്കട്ടിലുള്ളത്. പക്ഷേ പഞ്ചായത്ത് ഓഫീസിന് മുകളിലാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്വന്തമായുള്ള 1 ഏക്കർ സ്ഥലത്ത് ഹോസ്റ്റൽ ഉണ്ടാക്കാനും ഗ്രൗണ്ട് ഉണ്ടാക്കാനും 3 കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുകയാണ്. ഇങ്ങനെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സ്വന്തം കെട്ടിടങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നത് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൊകേരി ഗവൺമെന്റ് കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം. 13 കോടി രൂപയുടെ വിവിധങ്ങളായ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ കോളേജിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. നൂതനമായ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമെല്ലാം തന്നെ ആശങ്കയാണ്. ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് തന്നെ ആദ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ വലിയ വേവലാതിയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 5 പുതിയ ബാച്ചുകൾ കുറ്റ്യാടി മണ്ഡലത്തിൽ അനുവദിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് +1 പ്രവേശനത്തിലുള്ള കുറവ് ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരു പഞ്ചായത്തിലൊരു കളിക്കളം സംസ്ഥാന സർക്കാരിന്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. 4 പഞ്ചായത്തുകളിൽ 5 കോടിയുടെ പ്രവർത്തനങ്ങൾ അനുവദിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ്. കുറ്റ്യാടി നാളികേരത്തിന്റെ നാടാണ്. നാളികേരത്തിന് ഭൗമസൂചിക പദവി കിട്ടുന്ന നടപടികൾ ഇപ്പോൾ തുടർന്നു വരികയാണ്. നാദാപുരവും കുറ്റ്യാടിയും എല്ലാം ചേർന്നുകൊണ്ടാണ് സംരംഭം നടത്തി മുന്നോട്ട് പോകുന്നത്. അരൂർ ഒളോർ വളരെ പ്രസിദ്ധവും രുചികരവുമായ മാമ്പഴമാണെന്ന് എല്ലാവർക്കും അറിയാം. ഭൗമസൂചിക പദവിക്കുള്ള നടപടികളും ഇപ്പോൾ തുടർന്ന് വരികയാണ്. നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ മാത്രമേ നാളികേര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്ന് കണ്ടെത്തിയതിന്റെ ഫലമായിട്ടാണ് VS മുഖ്യമന്ത്രിയും വളമരങ്കരിയും വ്യവസായ വകുപ്പ് മന്ത്രിയും KK ലതിക MLA-യുമായിരുന്ന ഘട്ടത്തിൽ മണിമലയിൽ കോക്കനട്ട് പാർക്കിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്ത സ്ഥലത്ത് ഇപ്പോൾ 5 ഏക്കർ സ്ഥലം നാളികേരാധിഷ്ഠിത വ്യവസായം തുടങ്ങുന്ന സംരംഭകർക്ക് വീതിച്ചു നൽകാൻ പറ്റിയ ഭാഗത്തിൽ 1ാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. ഭാവിയിൽ മണിമലയിൽ ഏറ്റവും നല്ല വ്യവസായ കേന്ദ്രമായി മാറും എന്ന് പ്രതീക്ഷിക്കുക. ടൂറിസം രംഗത്ത് ഡെസ്റ്റിനേഷനായി മാറാൻ കുറ്റ്യാടിക്ക് കഴിഞ്ഞു. ലോകനാർകാവ്, പൈൻകുറ്റിമല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി. മണിയൂർ പഞ്ചായത്തിലെ ചെത്തിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ടൂറിസം കേന്ദ്രം ശ്രദ്ധാപൂർവമായി മാറി. ചൊവ്വാപ്പുഴയിലും ചെണ്ടത്തൂർ ചിറയിലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നു. വടകര മാഹിക്കനാൽ
ഒരു റീച്ച് ഒഴികെ ബാക്കി എല്ലാ റീച്ചുകളും പൂർത്തിയായി കഴിഞ്ഞു. ഒരു റീച്ച് കൂടി പൂർത്തിയായാൽ വടകര മാഹി കനാൽ യാഥാർത്ഥ്യമാകും. അത് കുറ്റ്യാടി, വടകര, നാദാപുരം മണ്ഡലങ്ങളിൽ ചരക്ക് ഗതാഗത രംഗത്തും ടൂറിസം രംഗത്തും വലിയ മുന്നേറ്റത്തിന് സഹായകരമാകും. കുറ്റ്യാടി മലയോരമോ കടലോരമോ ഇല്ലാത്ത ഒരു മണ്ഡലമാണ്. 3 ഭാഗവും കുറ്റ്യാടിപ്പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ പ്രകൃതി രമണീയമാണ്. ഏത് പ്രദേശവും ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ഭാവിയിൽ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കുറ്റ്യാടി എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ നെല്ലറയാണ് കുറ്റ്യാടി എന്ന് പറയാം. വിശാലമായ നെൽപ്പാടങ്ങളുണ്ട്. പക്ഷേ വെള്ളക്കെട്ടുകൾ കൊണ്ട് കൃഷിക്ക് ഉപയുക്തമല്ല എന്നതാണ് പ്രശ്നം. 50% താഴെ സ്ഥലങ്ങൾ മാത്രമേ കൃഷിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ജലനിർഗമന പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഭാവിയിൽ ഈ വടകര താലൂക്കിന്റെ നെല്ലറയായി തരിശുരഹിത കേരളം കുറ്റ്യാടിയായി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം ഭാവിയിൽ നടത്തണം. നാളികേരത്തിന്റെയും നെല്ലിന്റെയും നേന്ത്രവാടിയുടെയും ടൂറിസത്തിന്റെയും സംയുക്ത പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഭാവി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനും കഴിയണം. അതിനെല്ലാം നിങ്ങളുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വാഗ്ദാനം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ MLA, ഈ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. ആ അനുഭവ സമ്പത്തിന്റെ കരുത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ കഴിയും. ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തിരികെ നിങ്ങളെ വിളിക്കും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അത്യപൂർവ ഘട്ടങ്ങളിൽ മാത്രമേ തിരിച്ചു ഫോൺ വിളിക്കാതുള്ളൂ. അതുകൊണ്ട് ഭാവിയിൽ ഏത് സമയത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനായി ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നുകൂടി ഉറപ്പു നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. കുറ്റ്യാടി മണ്ഡലത്തിൽ 2,15,000 വോട്ടർമാരുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ കഴിയില്ലല്ലോ, ഒരാഴ്ച കൊണ്ട് എല്ലാവരെയും കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വിനയപൂർവമായ ഒരു അഭ്യർത്ഥനയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടുകാരോട്, അയൽവക്കക്കാരോട്, സുഹൃത്തുക്കളോട്, സഹപ്രവർത്തകന്മാരോട് എല്ലാം തന്നെ കുറ്റ്യാടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർക്ക് ചുറ്റിക്കാരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് കൂട്ടത്തിൽ വടകര മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഭാസ്കരൻ, അദ്ദേഹത്തിന്റെ റാന്തൽ ചിഹ്നത്തിലും നാദാപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിക്ക് അരിവാൾ നെൽക്കതിർ അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തണമെന്ന് നിങ്ങളെല്ലാവരും ഇന്നു മുതൽ സഹപ്രവർത്തകന്മാരോടും സുഹൃത്തുക്കളോടും ആവശ്യപ്പെടാൻ തുടങ്ങിയാൽ ഞങ്ങൾ 3 പേരും വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടെ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.